ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു, മതപരിവർത്തനം ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. അതുകൊണ്ട് തെറ്റായ ആരോപണമായതിനാൽ ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയായിട്ട് കണക്കാക്കണം. എന്നിട്ട് വിദേശ മതം എന്ന് പറഞ്ഞ് ഇതിനെ ആക്രമിക്കാൻ സാധിക്കില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ മൗണ്ട് സെൻറ്റ് തോമസിൽ തന്നെ വന്നു. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ നടത്തുന്ന സേവനത്തിന് മാധ്യമ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. 6-ാം തീയതി മിനിഞ്ഞാന്ന് രാത്രി സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പലരും എന്നോട് ചോദിച്ചത്. ബാലസോർ, ഒറീസയിലെ ബാലസോർ രൂപത, അത് വളരെ പഴയ രൂപതയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ മെത്രാൻ ഒരു മലയാളി തന്നെയാണ്, വർഗീസ് തോട്ടങ്കര. അദ്ദേഹം വറ്റിക്കാൻ ഡിപ്ലോമാറ്റിക്കിലായിരുന്നു. അവിടുന്ന് പിന്നെ ഇപ്പോൾ ബാലസോർ മെത്രാനാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു. അവിടെ ജോലി ചെയ്യുന്ന 2 മലയാളി അച്ഛന്മാർ, ഒരു ഫാദർ ലിജോ പാലക്കാരനാണ്, ഫാദർ ജോജോ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു. തൃശ്ശൂർക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ജോർജ് വൈദ്യകാരൻ. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഈ ഫാദർ ലിജോയും ഫാദർ ജോജോയും 2 സിസ്റ്റേഴ്സും പിന്നെ അവർക്കൊരു കാറ്റഗിസ്റ്റ് ഉണ്ട്. അവർ മതബോധനം നടത്തും. ഒരു കാറ്റഗിസ്റ്റ് അവർക്ക് മുമ്പേ ബൈക്കിന് ഈ ജാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ വികാരിയാണ് ലിജോ. അവിടേക്ക് അവിടുത്തെ പ്രയർ സർവീസിന് കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോവുകയാണ്. സാധാരണ അവരൊരു 5 മണിയോട് കൂടിയാണ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അവർ പാടത്ത് നിന്ന് എത്തി കുറച്ച് വൈകിയതുകൊണ്ട് അവർ സ്വല്പം ഒരു 6 മണിയോട് കൂടിയാണ് അവരുടെ കർമ്മങ്ങളൊക്കെ 6 മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടുത്തെ ഇടവക്കാർ 2 പേരുടെ മരണാവശ്യത്തിനാണ്ടിന് കുർബാന ചെല്ലാനും പിന്നെ അവരുടെ ആ പള്ളി തുടങ്ങിയിട്ട് ജാലേശ്വർ എന്ന് പറഞ്ഞ ഇടവകയായിട്ട് ഒരു 50 വർഷമായി. ആ 50 വർഷമായ ആ പള്ളിയുടെ ഇടവകയുടെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമല്ല, പഴയ ഒരു സ്ഥലമാണ്. അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ അവരുടെ ആചാരം അനുസരിച്ചുള്ള കുർബാനയും മറ്റു കർമ്മങ്ങളും സാധാരണ നിലയിൽ അവർ പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു, ഇന്നലെ ജോജോ അച്ഛനായിട്ട് സംസാരിച്ചു. അവർ പറയുന്നതനുസരിച്ച് അവിടുത്തെ ആചാരം അനുസരിച്ച് പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയുണ്ട്. പിന്നെ കുറച്ച് അവരുടെ കൾച്ചറുകളുണ്ട്. പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വരാൻ വൈകിയതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി. 9 മണിയായപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു. രാത്രി 9 മണിക്ക്, 6-ാം തീയതി രാത്രി 9 മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗിസ്റ്റ് പോയപ്പോൾ ഏകദേശം കുറച്ച് 5-10 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാടിനടുത്ത് തന്നെ കുറച്ച് പേര് തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയാം, അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി. ഇയാൾ വണ്ടിയിൽ നിറക്കി, വണ്ടിയുടെ അറ്റഴിച്ചു വിട്ടു. അവർ കുറച്ചൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞ് പിടിച്ചു വലിച്ച് ഷർട്ടൊക്കെ കീറി കുറേതായിട്ട് ആക്രമിച്ചു. അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ മതപരിവർത്തനമാണ് പറഞ്ഞത്. നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ, കാറ്റഗിസ്റ്റ് അവിടുത്തുകാരൻ തന്നെയാണ്. പിന്നെ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഈ 2 മലയാളി അച്ഛന്മാരും ഈ ലിജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി, അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് തൃശ്ശൂർക്കാരനായ ജോജോ, 2 സിസ്റ്റേഴ്സും കൂടിയുള്ള അവരുടെ വണ്ടി വന്നു. അതും തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി. പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ മതപരിവർത്തനത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞു. കുറച്ചേരം ആക്രോശങ്ങളുണ്ടായി. ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഫിസിക്കലല്ല, വെർബൽ അറ്റാക്ക്. ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ഛന്മാരോടുണ്ടായി. സിസ്റ്റേഴ്സിന് അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ നിന്നേ ഉള്ളൂ. അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാമെന്നറിയില്ല. ഈ അച്ഛൻ്റെ മൊബൈൽ വാങ്ങി പിന്നെ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ, 50 വർഷത്തിൻ്റെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അത്രയും പഴക്കമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം കൂടിയിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളെയാണ്
ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കണ്ടം ചെയ്യാൻ അത് ശരിയല്ല, ഇത് തിരുത്തേണ്ടതാണെന്ന് പറയാൻ നിങ്ങളോട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മനോഹരമായ ഭരണഘടന. ഇവിടെ വിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അധികാരമുള്ള അവകാശമുള്ളൊരു സ്ഥലത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു. മതവിരുദ്ധൻ്റെ ഈ ആൻറ്റി കൺവേർഷൻ ബില്ല് എന്നുള്ള പേര് പറഞ്ഞിപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ കഴിഞ്ഞ കാലത്ത്. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കാര്യത്തെക്കുറിച്ചും പറയുന്നില്ല, ഇപ്പോൾ ആരെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൽ, കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം, ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ, മതസ്വാതന്ത്ര്യത്തിന്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക്, ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മോഡിജിയെ പല പ്രാവശ്യം കണ്ടു, അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ എഴുതി കൊടുത്തു. ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ, അത് ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിൽ ജീവിക്കാനുള്ള സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി നടന്നെങ്കിൽ ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് അവർ വിശദമായി ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷിതത്വം, സംരക്ഷണം എല്ലാ മനുഷ്യർക്കും, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാകാൻ ഇങ്ങനെ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വളരുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്, പല തരത്തിലുണ്ട്, പല മതങ്ങളിലുണ്ട്. അതൊക്കെ നിർത്തലാക്കി എല്ലാ മനുഷ്യർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിതാവേ, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുണ്ടായ ആക്രമണത്തിൽ ഇത്തരത്തിൽ കൃത്യമായ നടപടി എടുക്കാത്തത് കൊണ്ടാണല്ലോ പിന്നെയും ഇത് ഇപ്പോൾ ഒഡീഷയിൽ ആവർത്തിച്ചിരിക്കുന്നത്. അതിലെന്താണ് CBSE? അതുകൊണ്ടാണ് ബന്ധപ്പെട്ട സർക്കാരുകൾ, എല്ലാ സർക്കാരുകളോടും, ഞാൻ ഇപ്പോൾ സംസ്ഥാനവും ഇതിലുണ്ട്, അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല. സത്യം അറിഞ്ഞ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഇങ്ങനെ ശരിയാണ്, ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയിരുന്നു, അവിടെയും ചില രാജ്യങ്ങളിൽ ഇത് ഉണ്ട്. അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിൽ ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് നടക്കുന്നു, ഒഡീഷയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നു. ഇത് ശരിക്കും ക്രൈസ്തവ വിഭാഗത്തെ പ്രത്യേകിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഞാനിപ്പോൾ അവിടെ ജബൽപൂരുണ്ടായി ഈ അടുത്തൊരാക്രമണം, അവിടുത്തെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായി. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും പേടിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ആരോടും മിണ്ടരുതെന്ന് പറഞ്ഞു. അവരൊക്കെ പറയുന്നത് ദയവേത് മിണ്ടരുത്, ഇത് പറഞ്ഞാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഭയമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലെന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. പലരും ഇപ്പോൾ CBCIയിൽ നിന്ന് ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫീസ്, CBCI ഓഫീസിലേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ അവിടുത്തെ PRO ഒരു റോബിൻസൺ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പോൾ എൻ്റെ PRO. അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, CBCI ഓഫീസിലും ബന്ധപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെയും സ്നേഹത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അവരെല്ലാവരും സഹായിച്ചിട്ടുമുണ്ട്, സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭയമില്ലാതെ ജീവിക്കാൻ ഓരോ വിഭാഗത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ബന്ധപ്പെട്ട എല്ലാവരും. ഞാൻ ഭരിക്കുന്ന സർക്കാരിനെ ഞാൻ പറയുള്ളൂ.
ആര് ഭരിച്ചാലും അത് ഈ പ്രത്യേകിച്ച് വിവിധ പാർട്ടികൾ ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട് ആക്രമണങ്ങളെന്ന് മാത്രം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ആശങ്കകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭയമുള്ളതുകൊണ്ട് ആശങ്കകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഭരിക്കുന്ന പാർട്ടികളോടും മാത്രമല്ല, ഞാനിപ്പോൾ വിളിച്ചു പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് മാത്രമല്ല, ഓപ്പോസിഷൻ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളും ദയവ് ചെയ്ത് ഇതിങ്ങനെയുള്ളതിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ നടപടികളിൽ കുറച്ചുകൂടി കൃത്യത വേണ്ടിയിരുന്നവേ. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ എടുത്തതായാലും ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ, അവിടെ കേസ് അടക്കെടുക്കുകയല്ലേ. അപ്പോൾ ഞങ്ങളുടെ അപേക്ഷ, ആ കേസ് തെറ്റായ ആരോപണമാണ്. അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. അതുകൊണ്ട് തെറ്റായ ആരോപണമായതിനാൽ കേസ് എന്താ പറയുക, അതിന് എത്രയും വേഗം FIR നോക്കി തന്നെ എന്തായാലും എത്രയും വേഗം കേസ് ഇല്ലാതാക്കണം, ക്വാഷ് ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തെറ്റായൊരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾക്കറിയാൻ ചില സ്ഥലങ്ങളിൽ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു അച്ഛൻ, ബാബു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ, ഏകദേശം 89 ദിവസവും മറ്റോ ജയിലിൽ കെടുക്കും, അവസാനം ഒരു കുറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നിരപരാധികൾ പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഇല്ലാതാക്കാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം. ഇതിലൊരു പ്രധാന അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നതാണ്. എല്ലാ കേസുകളിലും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും. അപ്പൊ അത് പിൻവലിക്കണം എന്നൊരു ആവശ്യമായിട്ടുണ്ടോ? അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാതെ മതപരിവർത്തന നിയമം, അതായത് മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഫോഴ്സ്ഡ് കൺവേർഷന് എല്ലാവരും എതിരാകും. ക്രിസ്ത്യൻസും ഫോഴ്സ്ഡ് കൺവേർഷൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പക്ഷേ ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന പേരും പറഞ്ഞ് ഇപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ പോയി സംസാരിച്ചാൽ, ഇപ്പോൾ രോഗിയായ ഒരു മനുഷ്യനെ ഇപ്പോൾ സിസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 2.6% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രമാത്രം 2000 കൊല്ലം, ഇപ്പോൾ പ്രൈം മിനിസ്റ്ററോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴും അവിടെയുള്ളവർ പറയുന്ന ഒരു വിദേശ മതമാണ്, ഇന്ത്യയിലേക്ക് വന്ന പുതിയ മതമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ക്രിസ്തീയ രാജ്യങ്ങൾ എന്ന് പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഭാരതം ക്രിസ്തീയമായി തോമസ് ലീഗ AD 52 അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയാണ്. ഞാൻ അതിന് മാധ്യമപ്രവർത്തകരോട്, ക്രൈസ്തവ മതം ഒരു ഇന്ത്യൻ മതം തന്നെയാണ്. നിങ്ങൾ നോക്കാം, എങ്ങനെയാണ് ഹൈന്ദവ മതത്തിൽ ആര്യൻ മതം കേരളത്തിലെത്തിയത്? ദ്രാവിഡ മതങ്ങൾ എങ്ങനെയാണ്? ജൈനമതം, ബുദ്ധമതമൊക്കെ ഇന്ത്യയിൽ തുടങ്ങിയതാണ്. അപ്പോൾ ദ്രാവിഡ മതങ്ങളും ഇന്ത്യയിലത്തെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഇത് മതങ്ങളുടെ വളർച്ചയിൽ, ഉത്ഭവത്തിൽ അതെല്ലാം ഒത്തിരി വ്യത്യാസങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2000 കൊല്ലം പാരമ്പര്യമുള്ള പഴക്കമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയായിട്ട് കണക്കാക്കണം. എന്നിട്ട് വിദേശ മതം എന്ന് പറഞ്ഞ് അതിനെ ആക്രമിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിന് എതിരെ ഈ ആൻറ്റി കൺവേർഷൻ ബില്ല് വ്യാഖ്യാനിക്കുന്നതിലാണ്. ആ ബില്ലിനേക്കാൾ ഉപരി ആ ബില്ല് ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് പറയുന്നതിന് ആരും അംഗീകരിക്കുന്നില്ല. എന്നാൽ ഫോഴ്സ് കൺവേർഷൻ എന്ന പേരും പറഞ്ഞ് ഉടുപ്പിട്ട് ഒരു കന്യാസ്ത്രീ നടന്നാൽ ആ കന്യാസ്ത്രീ പോകുന്നിടത്തൊക്കെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുക. ഒരു അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രയർ സർവീസ് നടത്തി കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ധ്യാനത്തിന് ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ, ഇതെല്ലാം ഫോഴ്സ്ഡ് കൺവേർഷൻ ആണെന്ന് വ്യാഖ്യാനിച്ച് ആക്രമിക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതൊക്കെ അത് അങ്ങനെ ഇല്ല. അത് ഇല്ലാതെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചാൽ പോരെ? ഇത് ഞാൻ ചോദിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മതിയല്ലോ. ഫോഴ്സ്ഡ് കൺവേർഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഏകദേശം അവർക്ക് പേടിയുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇതേക്കുറിച്ചൊന്നും അധികമൊന്നും പറയണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി അവർക്കുണ്ട്. ഈ പറഞ്ഞ ജബൽപൂരാകട്ടെ, ഛത്തീസ്ഗഡിലാകട്ടെ, ഇപ്പോൾ ജാലേശ്വർ എന്ന് പറയുന്ന ഒറീസയിലാവട്ടെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലാവട്ടെ, എല്ലായിടത്തും ഈ ന്യൂനപക്ഷങ്ങൾക്കൊരു പേടിയുണ്ട്. ആ പേടി ഇല്ലാതാക്കാം. പിന്നെ ഇതിൻ്റെ ആക്രമണങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടല്ലോ,
അത് ഓരോ സ്ഥലത്തും അത് എല്ലാ മതത്തിൽപ്പെട്ടവരിൽ ഉണ്ടാകാം, ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ താങ്ക് യു, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതോ ഞാൻ ഇത്ര നേരം പറഞ്ഞത് അത് തന്നെയാണല്ലോ, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതായത് ഞങ്ങൾക്ക് അപേക്ഷിക്കാനാണ്. ക്രിസ്ത്യാനിയാണെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ക്രൈസ്തവ ചൈതന്യമല്ല. അപേക്ഷിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു മാർഗം സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, സഹായിക്കുക, സഹിക്കുക. ഈ ഒരു മെത്തഡോളജിയാണ്. അതുകൊണ്ടാണ് തിരിച്ചടിക്കുന്നില്ലല്ലോ. ആരെങ്കിലും തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയമല്ല എന്ന് പറയും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്വമാണ് ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും വേണം, ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും സംരക്ഷിക്കണം. ഈ ഒരു വിഷയം വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് കണ്ട് നമ്മുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ ആലോചനയുണ്ട്. കണ്ട അവസരങ്ങളിൽ ഞാൻ 3 പ്രാവശ്യം പേഴ്സണലായിട്ട് CBCA പ്രസിഡന്റ് എന്ന നിലയിൽ 3 പ്രാവശ്യം പേഴ്സണലായിട്ട് ഓഫീസിൽ പോയി പ്രൈം മിനിസ്റ്ററെ കണ്ടു. ആ കണ്ട അവസരത്തിൽ പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് പേഴ്സണലായിട്ട് കാത്തലിക് ചർച്ചിനെ കുറിച്ച്. കാത്തലിക് ചർച്ച് ഇന്ത്യയിൽ 3 റീത്തുകളിലായിട്ട് 174 രൂപതകളാണുള്ളത്. ലത്തീൻ, സിറോമലം, മലങ്കര. അവരെല്ലാവരും ടേണായിട്ടാണ്. അടുത്ത ഫെബ്രുവരിയിൽ ലത്തീൻ കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആയിരുന്നു എനിക്ക് മുമ്പുള്ള പ്രസിഡന്റ്. അപ്പോൾ ഇതാണ് അടുത്ത ഫെബ്രുവരിയിൽ വീണ്ടും ലാറ്റിൻ റൈറ്റിൽ നിന്നുള്ള ഒരു പ്രസിഡന്റാണ് വരിക. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾ ഈ ഇപ്പോൾ തന്നെ പറഞ്ഞ ആവശ്യങ്ങൾ അടക്കം, പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അറിവിന് വേണ്ടി കേന്ദ്ര സമിതിയിൽ ഒരു മൈനോറിറ്റി കമ്മീഷനുണ്ട്. വർഷങ്ങളായി ഒരു ക്രിസ്ത്യൻ ഈ മൈനോറിറ്റി കമ്മീഷനിലായിട്ട്. അപ്പോൾ മൈനോറിറ്റി കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞിട്ട് അതും ഇതുവരെ ആയിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന സഹായത്തിന് നന്ദി. ഞങ്ങളുടെ ഇതിൻ്റെ ആരും കുറയുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ധ്യാനം നാളെ തീരും. ഞാനിപ്പോൾ ഇന്ന് രാത്രി നാളെ പുലർച്ചെ ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്. നിങ്ങളുടെ അറിയാം, ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ബാംഗ്ലൂർക്ക് പോകുന്നത് അവിടെ ഒരു മാർച്ച് ഫോർ ലൈഫ് എന്നും പറഞ്ഞ് പ്രോ ലൈഫ് മൂവ്മെൻ്റ് ഒരു മാർച്ചുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 10-ാം തീയതി തൃശ്ശൂരാണ് നടന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. തൃശ്ശൂർ വലിയൊരു റാലി, പ്രോ ലൈഫ് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ 4ാമത്തെ മാർച്ച് ഫോർ ലൈഫ് ബാംഗ്ലൂർ വെച്ച് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയുടെ നേതൃത്വത്തിലാണ് ഓൾ ഇന്ത്യ തലത്തിൽ ബാംഗ്ലൂർ നടക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് അത് ബാംഗ്ലൂർ നടക്കുന്നത്. മാർച്ച് ഫോർ ലൈഫ് ഇതാണ് പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തടസ്സമില്ല. മാർച്ച് ഫോർ ലൈഫ് ബാംഗ്ലൂർ നടക്കുന്നു. കഴിഞ്ഞ വർഷം അത് തൃശ്ശൂരാണ് നടന്നത്. അതിനു മുമ്പ് ഗോവയിലും ഏറ്റവും ആദ്യത്തേത് ഡൽഹിയിലും അങ്ങനെയാണ് നടന്നിരുന്നത്. അത് കാത്തലിക് ചർച്ചിൻ്റെ പ്രോ ലൈഫ് മൂവ്മെൻറ്റ്. കാരണം അംഗസംഖ്യ കുറഞ്ഞു വരികയാണല്ലോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് എവിടെയാണെന്ന് അറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ന്യൂസാണ്. അതിൻ്റെ നമ്പർ കൃത്യം പറയായിരുന്നു. 1.5 ക്രൈസ്തവരല്ല, 1.5 കോടിയോളമാണ് ഇന്ത്യയിൽ ഈ കൊലപാതകം നടക്കണേ. 1.5 കോടിയിലധികം ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന കൊലപാതകം. അത് എവിടെയാണെന്ന് അറിയോ? അമ്മയുടെ ഉദരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. അതിനെതിരെ ഒരു മാർച്ച് ഫോർ ലൈഫ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു. അങ്ങനെയുള്ള മാർച്ച് ഫോർ ലൈഫ് അത് ആരംഭിച്ചത്, ഇനി നിങ്ങൾക്ക് ചരിത്രം അറിയണമെങ്കിൽ, ആരംഭിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ അബോർഷൻ ലീഗലൈസ് ചെയ്തപ്പോൾ 1974 അവിടുത്തെ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് അവിടെ മാർച്ച് ഫോർ ലൈഫ് 1974 ആരംഭിച്ചത്. ഇന്ത്യയിൽ ഇത് 4ാമത്തെ വർഷമാണ്, 4ാമത്തെ മാർച്ച് ഫോർ ലൈഫാണ്. അത് ഒരു കാരിസ് ഇന്ത്യ എന്ന് പറയുന്ന CBCയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ പിതാക്കന്മാർ മെത്രാന്മാർ ഇത് എടുക്കരിക്കോട്ടോ. ഞങ്ങൾ മെത്രാന്മാരിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നാളെ തീരും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ നിങ്ങൾ? ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.